നമുക്കൊന്നും എത്തി നോക്കാൻ പറ്റാത്തൊരു ചാനൽ. എൻ്റെ ഭർത്താവ് BSNL ഉണ്ണിവീടിൻ്റെ ഭർത്താവ് BSNL. ഉണ്ണി ചേച്ചി ഹായ് എന്ന് സ്നേഹതീർത്ഥം പറയുന്നുണ്ട്. സ്നേഹതീർത്ഥം പ്രാഷിന് ഹായ് പറഞ്ഞിട്ടുണ്ട് സ്നേഹതീർത്ഥം. ഷീ ചേച്ചിക്കും ഹായ് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിവീട് എനിക്ക് 2 മക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉണ്ണിവീട്. ഹേ സ്നേഹ സിസ്റ്റർ, പ്രാഷ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. സ്നേഹതീർത്ഥം പ്രവീൺ ഹായ്. മക്കൾ SBI മാനേജർ, മകൻ SBI മാനേജറാണ്, മകള് ടീച്ചറാണ്. 2 പേരാണ് കേട്ടോ. നമ്മളെപ്പോലെ സാധാരണക്കാരൊന്നുമല്ല. എന്നാലും നല്ല ചേച്ചിയാണ് കേട്ടോ. അതിൻ്റേതായ ഒരു ആഡംബരങ്ങളും ഇല്ലാത്ത ഒരു ചേച്ചി. എനിക്കറിയാം എല്ലാ കാര്യങ്ങളും എന്നോട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് നല്ല ക്വയറ്റായിട്ടുള്ള, നമുക്ക് എപ്പോഴും സഹകരിക്കാൻ പറ്റുന്ന, സംസാരിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ചേച്ചിയാണ്. ഇതുപോലത്തെ ഒരു ചേച്ചിമാർ നമുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. ഉണ്ണിവീട് സ്നേഹം മോളെ, സ്നേഹം തന്നിട്ടുണ്ട് കേട്ടോ. സ്നേഹതീർത്ഥത്തിന് സ്നേഹം തന്നിട്ടുണ്ട് ഉണ്ണിവീട്. പ്രാഷ് കഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട് സ്നേഹതീർത്ഥം. ആണോ ഉണ്ണി ചേച്ചി പൊളി. ഏത് ലൈവാണ് വരാറ്? ഉണ്ണി ചേച്ചി ലൈവൊന്നും വരാറില്ല, ഞാൻ കണ്ടിട്ടില്ല. വരാറുണ്ടോ? എല്ലാവരും കഴിച്ചോ? ഇല്ല, ഞങ്ങൾ കഴിച്ചിട്ടില്ല, കറണ്ട് ഇല്ല. അങ്ങനെ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചു. സ്നേഹയോട് ചോദിക്കാൻ. ചോദിക്കാം. എല്ലാവരും കഴിച്ചോ? സ്നേഹ കഴിച്ചോ? സ്നേഹ കഴിച്ചോ? സ്നേഹ ബ്ലൂ എടുക്കുന്ന എങ്ങനെ സ്നേഹ? എനിക്കറിയില്ല ബ്ലൂ എടുക്കാൻ. ഞാൻ ഇതുവരെ ബ്ലൂ ഒന്നും കൊടുത്തിട്ടില്ല. അന്നൊരു ദിവസം ടീച്ചർ പറഞ്ഞെന്ന് കൊടുത്തു, പക്ഷെ മറന്നുപോയി. കഴിക്കുവാൻ പോവുക ചേച്ചിയാണോ? കഴിച്ചില്ലേ ഇതുവരെ? അയ്യോ കുട്ടാച്ചെന്ന് കഴിക്കുക. ഒന്നാമത്തെ കാര്യം 4-5 ലൈവ് വരുന്ന വായിട്ടലിച്ചിട്ട് ആരോഗ്യം എല്ലാം പോയിട്ടുണ്ടാവും അല്ലേ? ഞാനിന്ന് രാവിലെ എൻ്റെ പറമ്പിലോട്ട് കയറി ഒരു വീഡിയോ പിടിച്ചു. അപ്പോൾ അത് അതേപടി എടുത്തിട്ടിട്ടുണ്ട്. ഒന്നും അതിൽ നിന്ന് മാറ്റിയിട്ടുമില്ല, ഒന്നും ചേർത്തിട്ടുമില്ല. കഴിക്കുവാൻ പോവുക ചേച്ചി. ശരി. എന്തുകൊണ്ട് സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? പ്രവീണൊക്കെ പോയോ? ഓടിപ്പോയോ? ഉണ്ണി വീട് പോയോ? കഴിക്കുവാൻ പോകുന്നോ? ഞാൻ ഇന്ന് എനിക്കൊന്ന് ബ്ലൂ ഇടാൻ പറഞ്ഞു തരുമോ? ബ്ലൂ ഇടാൻ നോക്കട്ടെ. ഇതിൽ കയറിയിട്ട് എന്നാൽ ടീച്ചർ പറഞ്ഞല്ലോ എനിക്ക് ഗ്രീൻ. അയ്യോ ഗ്രീനായി. ഗ്രീനായി. അതുകൊണ്ടാ ഞാൻ അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഗ്രീനായി പോവും. അതിന് മാറ്റാനേ പറ്റത്തില്ല. പോട്ടെ. ഞാനിപ്പോൾ ലൈവ് അങ്ങനെ ചെയ്യാറില്ല. സ്നേഹതീർത്ഥം എന്താ ലൈവ് ഇടാത്തത്? ഞാൻ കണ്ടല്ലോ ഇന്നലെ മെനഞ്ഞാന്നോ. ഞാനെല്ലാം കുറച്ച് ലൈവിൽ പോകും, ചിലപ്പോൾ ലൈവിൽ പോകും. സ്നേഹതീർത്ഥം ലൈവിൽ പോകാറുണ്ട്. ഉണ്ണിവീട് ഞാൻ എല്ലാം കുറച്ചു ലൈവിൽ പോകും, ചിലമ്പ് ലൈവിൽ പോകും. സ്നേഹതീർത്ഥം ലൈവിൽ പോകാറുണ്ട്. പിന്നെ എൻ്റെ ലൈവിലും വരാറുണ്ടല്ലോ. ഞാനിപ്പോൾ ലൈവ് അങ്ങനെ ചെയ്യാറില്ല. എന്ത് പറ്റി സ്നേഹതീർത്ഥം? വല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ ഈ റെഡ് ഈ ഗ്രീൻ ഒന്ന് മാറ്റാൻ എന്താ ചെയ്യുക? ദൈവമേ പെട്ടു. അയ്യോ റീടച്ച്. ഓക്കെ, ഓഫാക്കിയിട്ട് ഓഫാവുന്നില്ലല്ലോ. ഞാനിപ്പോൾ ലൈവ് അങ്ങനെ ചെയ്യാറില്ല. മൺഡേ മുതൽ ഐഡിനെ 3 ടൈം ചെയ്യും. ആണോ? 3 ടൈം ചെയ്യുമോ? 3 പ്രാവശ്യം ചെയ്തിട്ട് ലൈവ് വരാറുണ്ട്. മൺഡേ മുതൽ ഡെയിലി 3 പ്രാവശ്യം ചെയ്യും. സ്നേഹതീർത്ഥം 3 പ്രാവശ്യം ലൈവ് ഉണ്ട്. ഏതൊക്കെ സമയത്താ? എത്ര മണിക്കൊക്കെയാണ്? പ്രവീൺ ഉണ്ണിച്ചേച്ചി സൂപ്പറാണ്. ഉണ്ണിച്ചേച്ചി മാത്രമല്ല, നമ്മളെ താര ടീച്ചറുണ്ട്, അതും സൂപ്പറാണ്. പക്ഷെ താര ടീച്ചർ ക്ലാസ് ഉണ്ട്, അങ്ങനെ പോയി കേട്ടോ. ഒരു താര ടീച്ചറുണ്ട് കേട്ടോ. താര ടീച്ചറും സൂപ്പറാണ്, നല്ല ടീച്ചറാണ്. കാരണം ഞങ്ങളൊക്കെ ഒരു സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഒരുപാട് മോശപ്പെട്ട ആൾക്കാരൊന്നും നമ്മളെ ലൈവ് വരാറില്ല. ഉണ്ണിച്ചേച്ചി സൂപ്പറാണ്. സ്നേഹ സിസ്റ്റർ നോ റിപ്ലൈ. സ്നേഹ ടീച്ചർ റിപ്ലൈ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് പ്രവീണിന്, പ്രാഷിന്. സ്നേഹ സിസ്റ്ററെ നോ റിപ്ലൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ഓക്കെയും കൊടുത്തിട്ടുണ്ട്, ഒരു ചിരിയും കൊടുത്തിട്ടുണ്ട്.